ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ചുവടെ പറയുന്ന കണക്കുകളിലെല്ലാം ഉത്തരം മനക്കണക്കായി കണ്ടുപിടിക്കുക. ഓരോന്നും ഭാഗങ്ങളായും സംഖ്യകളുടെ ഗുണക്രിയയായും എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ? ഇപ്പോൾ 9 ലിറ്റർ പാല് 3 ആൾക്ക് വായിക്കണേ 9/3 മനക്കണക്കായി ചെയ്യാനാണ് പറഞ്ഞത്. 9/3 9/3 എന്ന് പറഞ്ഞാൽ 9ൽ എത്ര 3 ഉണ്ട്? 3. അപ്പോൾ 3 ലിറ്റർ. 4 പേർക്കാണെങ്കിലോ 9/4 9/4 എന്ന് പറഞ്ഞാൽ 9ൽ 4 2 പ്രാവശ്യം, ബാക്കി 1 1/4 2.25 ലിറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 6 കിലോഗ്രാം അരി ഒരേപോലെയുള്ള 5 സഞ്ചികളിലാക്കി. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? അപ്പോൾ 6 കിലോഗ്രാം അരി 5 സഞ്ചികളിൽ 6/5. 4 സഞ്ചികളിലാക്കിയാലോ 6/4. 6 കിലോഗ്രാം അരി 5 സഞ്ചികളിലാക്കിയാൽ 6/5. 6/5 എന്ന് പറഞ്ഞാൽ 6ൽ 5 ഒരു പ്രാവശ്യം, ബാക്കി 1 1/5 1/5 കിലോഗ്രാം. ഇനി 6 കിലോഗ്രാം അരി 4 സഞ്ചികളിലാക്കിയാൽ 6ൽ 4 ഒരു പ്രാവശ്യം, ബാക്കി 2 2/4 2/4 എന്ന് പറഞ്ഞാൽ 1/2 കിലോഗ്രാം. ഇനി മൂന്നാമത്തെ കണക്ക്, 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 3 സമഭാഗങ്ങളാക്കിയാലോ? 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗം. അപ്പോൾ ഒരു കഷ്ണം 7/6. 7/6 എന്ന് പറഞ്ഞാൽ 7ൽ 6 ഒരു പ്രാവശ്യം, 1/6 മീറ്റർ. 3 സമഭാഗങ്ങളാക്കിയാലോ 7/3. 7ൽ 3 2 പ്രാവശ്യം, 26 കഴിച്ച് 1 ബാക്കി, 1/3 2 1/3 മീറ്റർ. ഓക്കെ. ഇനി പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. അതിൻ്റെ 3/5 ഭാഗം പെൺകുട്ടികളാണ്. അപ്പം 35ൻ്റെ 3/5. 35 × 3 5 5 1 ബാക്കി, 3 9 10 105/5 കിട്ടും. 105ൽ 5 10ൽ 5 2 പ്രാവശ്യം, 5ൽ 5 ഒരു പ്രാവശ്യം, 21 കിട്ടും. ഇതിങ്ങനെ ഗുണിച്ച് നോക്കണമെന്നില്ല, ഇവിടുന്ന് തന്നെ നമുക്ക് ലഘൂകരിച്ചെടുക്കാം. 5 ഒരു 5 5 35ൽ എത്ര 5 ഉണ്ട്? 7. അപ്പം ബാക്കി വരുന്ന 7 3 അപ്പം 7 21. നേരിട്ട് ഉത്തരം കിട്ടും ഗുണിച്ച് നോക്കാതെ. അപ്പം 21 പെൺകുട്ടികൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു. അതിൽ 3 സഞ്ചികളിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി? 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ നിറച്ച ഒരു സഞ്ചിയിൽ 10/8. ഒരു സഞ്ചി 10/8 അതുപോലെയുള്ള 3 സഞ്ചികൾ ഗുണിക്കണം 3. 10 3 30/8. 30/8 എന്ന് പറഞ്ഞാൽ 30ൽ 8 3 പ്രാവശ്യം, 3 24 കഴിച്ച് ബാക്കി 6 6/8. 6/8 ഒന്ന് ലഘൂകരിക്കാലോ. 24 കഴിച്ച് 6 6/8 ലഘൂകരിച്ചാൽ 2 ഉണ്ട്. 2 6ൽ 2 3 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 3.25 കിലോഗ്രാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ ചതുരത്തിൻ്റെ പരപ്പളവ് 27 ചതുരശ്ര സെൻറ്റിമീറ്ററാണ്. അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? ഇതിൽ 5 ഭാഗങ്ങൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് 27 അതിനെ എത്ര ഭാഗങ്ങളാക്കുന്ന? 9 ഭാഗങ്ങൾ. അപ്പം നോക്കാം. 27നെ 9 ഭാഗങ്ങളാക്കുന്നു. 27ൽ എത്ര 9 ഉണ്ട്? 3. അപ്പോൾ ഒരു ഭാഗം എത്രയാണ്? 3 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഒരു ഭാഗം. എന്താ ചോദിച്ചിരിക്കുന്നത്? 5 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. നിറം കൊടുത്ത ഭാഗത്തിൻ്റെ എത്രയാണ് പരപ്പളവ് എന്നാണ് ചോദിച്ചത്. അപ്പം 3 × 5 ഭാഗമാണല്ലോ ഉള്ളത്. 5 3 5 15 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും നിറം കൊടുത്ത ഭാഗത്തിൻ്റെ പരപ്പളവ്. ഓക്കെ.